Welcome to Tasty Buds. അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഇന്ന് പുതിയൊരു വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. അത് വേറൊന്നുമല്ല, അത് ഫ്രൂട്ട് സലാഡാണ്. പൊതുവേ ഫ്രൂട്ട്സൊക്കെ കുട്ടികൾക്ക് കഴിക്കാൻ മടിയാണ്. അപ്പോൾ ആ മടി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാൻ എടുക്കുന്ന ഫ്രൂട്ട്സ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് കൊണ്ടും ഫ്രൂട്ട് സലാഡ്സ് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം. അതുപോലെ വലിയ ആൾക്കാർക്കും കഴിക്കാവുന്നതാണ്. ഇത് നല്ല ഹെൽത്തിയാണ്. അതുപോലെ ഇപ്പോൾ ചൂട് ആണ്, ഗൾഫിലും ചൂടായി തുടങ്ങി, നാട്ടിൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ ആ ചൂടിന് പറ്റിയൊരു ഡെസേർട്ടും കൂടിയാണ് നമ്മുടെ ഫ്രൂട്ട് സലാഡ്. ഹെൽത്തിയാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സലാഡിന് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. പാല് ഞാൻ ഒരു 3 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഈ 3 ലിറ്റർ പാലിൽ കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് പാല് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റായിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് അത്. പിന്നെ ഞാൻ 1.5 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. അത് കാരണമാണ് ഞാൻ 1.5 കപ്പ് മാത്രം ചേർക്കുന്നത് ഈ 3 ലിറ്റർ പാലിലേക്ക്. കാരണം കണ്ടൻസ്ഡ് മിൽക്ക് നല്ല മധുരമുള്ളതാണ്, അത് കാരണമാണ്. അപ്പോൾ പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 കപ്പ് 1.5 കപ്പ് പാലിപ്പോൾ ഞാൻ ഓൺ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇതിനി നന്നായി ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ പാല് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടി ഇങ്ങനെ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്തിരുന്നത്. ഇത് ഞാൻ ഒരു 4 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഞാൻ ചേർത്ത് കൊടുത്തതാണ്. അതായത് ഫ്രഷ് മിൽക്കിൽ കലക്കി വെച്ചതാണത്. അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. കുറച്ചും കൂടി പാല് തിളച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പാല് ഒരുവിധമൊക്കെ തിളച്ച് വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വല്ലാതെ വറ്റിയിട്ടില്ല കേട്ടോ. വറ്റിയെന്ന് ചോദിച്ചാൽ നിങ്ങളത് ഞാൻ പറഞ്ഞത് അത് ഫുൾ വറ്റിയെന്ന് വിചാരിക്കണ്ട. ഒരുവിധം കുറച്ച് വറ്റിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിന് ശേഷം നമ്മൾ കൈ നിർത്താതെ ഇളക്കി കൊടുക്കണം കേട്ടോ. കൈ നിർത്താതെ ഇളക്കി കൊടുക്കണം. ഇതിനൊരു കൺസിസ്റ്റൻസി ആവാനുണ്ട്. അപ്പോൾ ആ കൺസിസ്റ്റൻസി ഞാൻ നല്ല ലോ ഫ്ലെയിമിലാണ് ഇത് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ കൺസിസ്റ്റൻസി ആവുമ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇതിനി ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. കണ്ടോ, ഇത് തിക്കായി വരുന്നുണ്ടോ? അപ്പോൾ നമ്മൾ കൈ എടുക്കാതെ ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോ ഫ്ലെയിമിലാണ്, വളരെ ലോ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് തിക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് തിക്കായി, കുറച്ചും കൂടി ഒന്ന് തിക്കായി കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ടിത് തണുക്കാൻ വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഫ്രൂട്ട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ്. അത് ഏത് ഫ്രൂട്ട്സ് എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ കണ്ടോ, ഇത് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ്. കണ്ടോ, ഇനി അതെങ്ങനെ ഇരുന്ന് തണുക്കും തോറും അതിങ്ങനെ കൂടുതൽ ഉറച്ചു വരും. ഏകദേശം ഈ കൺസിസ്റ്റൻസി മതി. കൂടുതൽ തിക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കട്ട പിടിച്ച പോലെ ഇരിക്കും. അപ്പം നമുക്ക് ഈ കൺസിസ്റ്റൻസിയിൽ ഇത് ഓഫ് ചെയ്യാം. അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 3 മാംഗോ ആണ് എടുത്തിട്ടുള്ളത്, മാങ്ങ. അതുപോലെ 5 ആപ്പിൾ, ഒരു 1/4 കിലോ ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്.
അതുപോലെ തന്നെ അനാർ 2 എടുത്തിട്ടുണ്ട്. പിന്നെ ആപ്പിൾ 5 എടുത്തിട്ടുണ്ട്. പിന്നെ ബനാന, അതായത് നമ്മുടെ വലിയ ബനാന, നേന്ത്രപ്പഴം, അതും എടുത്തിട്ടുണ്ട്. അതെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഞാനിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇത് മിക്സ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാറുണ്ടല്ലോ എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്. ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ. ഇത് മിക്സ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഞാനിതിൽ ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത്, ഞാൻ പക്കിൻ്റെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതായത് ആ ക്രീം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല റിച്ച് ആയ ഒരു ഫ്രൂട്ട് സാലഡാണ്. അപ്പോൾ പക്കിൻ്റെ ക്രീം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഒരു ബോട്ടിലും കൂടി ഉണ്ട്, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മധുരം ഞാൻ നേരത്തെ കുറച്ച് ഇട്ടിട്ടുള്ളൂ, അത് കാരണം നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ആയി. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ ഹെൽത്തിയായ ഒരു ഫ്രൂട്ട് സാലഡാണ്. കാരണം ഇതെല്ലാം ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും എല്ലാ ഫ്രൂട്ട്സും ഒക്കെ ഉള്ള കാരണം നല്ലൊരു ഹെൽത്തി ഇതാണ്. നല്ല റിച്ചായ ഒരു ഡെസേർട്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഇനി മിക്സ് ചെയ്യാം. ഇനി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിതൊക്കെ ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. സെർവിങ് ഗ്ലാസ്സിലേക്കാണ് ഞാൻ മാറ്റുന്നത്. അതിനുശേഷം നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സലാഡ് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. നല്ല ഹെവി കണ്ടൻസുള്ള ഒരു ഫ്രൂട്ട് സാലഡാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കണം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.